വന്നിറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ വന്ന് മാൽ ചായ ഹാഷ് ചായ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു യാത്ര പുതിയൊരു സ്ഥലത്തേക്കല്ല, ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ 2 വർഷത്തിൽ കൂടുതലായി ഞാൻ വീണ്ടും തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന, മിസ് ചെയ്തിരുന്നൊരു സ്ഥലത്തേക്കുള്ള യാത്ര. അങ്ങനെ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഒടുവിൽ. ഡൽഹി മെട്രോ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. കുറേ നടന്ന് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്ന് മെട്രോ പിടിക്കാൻ പോവാം. ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. നമ്മൾ ഇവിടെ നിന്നും കയറി ഈ ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് യെല്ലോ ലൈനിൻ്റെ അടുത്തത് കയറി നമ്മൾ നേരെ രാജി ചൗക്ക്, അതായത് പാലിക്ക ബസാറിലേക്ക് പോകുന്നു. ഒട്ടും തന്നെ തിരക്കില്ലാത്ത ഒരു സമയം തന്നെയാണിത്. ഇപ്പോൾ സമയം 6:40 വൈകിട്ട്. എനിക്കൊന്ന് ഓഫീസൊക്കെ വിട്ട സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മെട്രോയ്ക്കകത്ത് ഒടുക്കത്തെ തിരക്ക്. അതുകൊണ്ട് തന്നെ ഡൽഹി വരുന്നവർ ഈ സമയങ്ങളിൽ മെട്രോ എടുക്കാതെ ക്യാബ് എടുക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. പിന്നെ പൈസ ലാഭമാണെങ്കിൽ മെട്രോ തന്നെയാണ് നല്ലത്. നമ്മുടെ ബസ് ആക്ച്വലി രാത്രി 9:30. നമുക്ക് സമയമുണ്ട് താനും. നമ്മളപ്പോൾ ഇവിടെ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടല്ല, പകരം നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിലോട്ടാണ്. നമുക്ക് കുറച്ച് വൂളൻ സോക്സും അതേപോലെ ഗ്ലൗസും അങ്ങനത്തെ 1-2 ഐറ്റമൊക്കെ ചീപ്പായിട്ട് മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് കയറാൻ പോവാം. അങ്ങനെ നമ്മൾ പ്രശസ്തമായ പാലിക്ക ബസാറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കാനാണെങ്കിൽ കുറേ കടകളുണ്ട് കേട്ടോ. നമ്മൾ നിലവിൽ പാലിക്ക ബസാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഞാൻ ആകെ ഒരു ഗ്ലൗസ് മാത്രമേ മേടിച്ചുള്ളൂ. 450 പറഞ്ഞു. ഞാനൊരു 200 രൂപ കൊടുത്തു, അത് സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ അധികം നടന്നിട്ട് ഈ വൂളൻ എന്താ പറയുക സോക്സ് അങ്ങനത്തെ പരിപാടിയുടെ കടയൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ വില പേശാനുള്ള എൻ്റെ കഴിവ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടും ഞാൻ ഓർത്ത് ഞാൻ അതൊക്കെ കസോളിൽ പോയിട്ട് മേടിക്കുന്നത്. അല്ലെങ്കിൽ കസോളിൽ വലിയ തണുപ്പുണ്ടാവില്ല, മാനേജബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വേറെ എങ്ങോട്ടും പോകണം. അതിന് മുമ്പായിട്ട് കുറഞ്ഞൊരു എന്താ പറയുക വൂളൻ സോക്സും അതേപോലെ തന്നെ മറ്റേ തൊപ്പിയൊക്കെ മേടിക്കാം. അങ്ങനെ ഹിമാചൽ യാത്രയിൽ ആദ്യ കടമ്പയെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന്. ആദ്യം പലതവണ ഇപ്പോൾ ഓഫീസ് വർക്ക് ആവശ്യങ്ങൾക്ക് പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനതൊരു സോളോ ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ജസ്റ്റ് റൂമിൽ എന്താ പറയുക ട്രാവൽ ചെയ്യുന്നു, പുതിയ സ്ഥലത്ത് വരുന്നു, റൂം എടുക്കുന്നു, റൂമിൽ കയറുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ എന്തോ ആദ്യമായിട്ട് യാത്രയായിട്ട് ഇപ്പോൾ ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയ സമയത്ത് സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഒരു എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ എന്തായാലും കണ്ടറിയാം, എന്തായാലും എക്സൈറ്റഡ് ആണ്. സാധാരണ നാട്ടിൽ പുറത്ത് പാല് മേടിക്കാൻ കടയിൽ പോകുന്നെങ്കിൽ വരെ കൂട്ടുകാരന്മാരെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോകുന്നതിൽ എക്സൈറ്റഡ് ആണ്. കണ്ടറിയാം. ഇപ്പം നമ്മൾ ഹിമാചലൊക്കെ പോകുമ്പോൾ ഒരുപാട് മാഗി കടകളുണ്ടെങ്കിൽ ഇതുപോലെ മാഗിയുടെ തന്നെ ബ്രാൻഡഡ് ഒരു ഔട്ട്ലെറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കശ്മീരി ഗേറ്റിൽ ഇവിടെ നിന്നൊരു ഞാനൊരു മാഗിയുടെ ഒരു മഞ്ചൂരിയൻ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബസ്സിനോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. സംഭവം എഴുതി വെച്ചേക്കുന്നത് ടോയ്ലറ്റ്, അതായത് മൂത്രമൊക്കെ 2 രൂപയൊക്കെ. പക്ഷേ ഇവിടെ 2 5 രൂപ കൊടുക്കണം. നമ്മുടെ കശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു കട കണ്ടപ്പോൾ ഒരു തൊപ്പിയും ഒരു വൂളൻ സോക്സും മേടിച്ചു. സോക്സ് 50 രൂപ, തൊപ്പി 100 രൂപ. ഡീസൻ്റ് ഉള്ളി. അപ്പം നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. തന്നെ ഒരുപാട് പേര് ബസ് വേണോ, വോൾവോ AC ബസ്സൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളൂ, ഞാൻ അതൊന്നും എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്ളോഗുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരിവിടെ നിന്നൊരു ബസ്സിൽ കയറ്റും, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് ചെല്ലുമ്പോൾ അതിലിറക്കിയിട്ട് പിന്നെ ഏതോ ലോക്കൽ ഊള ബസ്സിലൊക്കെ കയറ്റും. അങ്ങനെ കുറേ ഉടായ്പകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അന്നേരം ഞാൻ റിസ്ക് എടുക്കാതെ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് ബുക്ക് ചെയ്യുമായിരുന്നു ബസ്. ഈ കശ്മീരി ഗേറ്റ് സ്റ്റാൻഡിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ തന്നെ ഓരോ ട്രാവൽസുകാരുടെ ബുക്കിംഗ് ഓപ്ഷനും ഉണ്ട് കേട്ടോ. നമ്മൾ അകത്തായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ തന്നെ ഓരോ പ്ലാറ്റ്ഫോം നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ് ഏത് നമ്പറിൻ്റെ അവിടെയാണ് നമുക്ക് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കാം. അപ്പോൾ നമ്മുടെ ബസ് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ബസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ രാവിലെ 9 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും കസോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബസ്സിൽ നമ്മുടെ കുറച്ച് മലയാളി പിള്ളേരോട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന്. ഒരു കാര്യം എടുത്ത ബ്രോ. അപ്പോൾ നമുക്കിനി ബാക്കി കളികൾ കസോളി. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ബർഷനി സൈഡാണ് അല്ലേ? ഇവർ വേറെ സൈഡാണ് പോകുന്നത്, ഞാൻ നേരെ ചലാൽ. കസോളെത്തിയിരിക്കുകയാണ് നമ്മളിന് നേരെ പുറത്തേക്ക്.
അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളി മച്ചാന്മാർക്ക് യാത്ര പറഞ്ഞിട്ട് നമ്മൾ കസോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നടക്കമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ കസോൾ ടൗണിൻ്റെ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ ആളുകൾ ചെവി വന്ന് മൽച്ചയ്യ് എന്നൊക്കെ സഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോമഡി തന്നെ. അപ്പോൾ നമ്മളിതിനൊക്കെ നെഹി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ചലാലിലോട്ട് പോകാനുള്ള വഴിയിലേക്ക് നമ്മൾ നടക്കുവാണ്. പിന്നെ നമ്മളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട്, ഈ സ്റ്റേയിൽ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വഴി അറിയാം. അപ്പം നമ്മൾ നേരെ ചലാൽ വില്ലേജിൻ്റെ സൈഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ചലാൽ ബ്രിഡ്ജ്. നമ്മൾ ചലാൽ പാലം കയറി ചലാൽ വില്ലേജിലേക്ക് നടക്കുകയാണ്. സൈഡിലായി പാർവതി നദി ഒഴുകുന്നു. അപ്പുറത്തെ സൈഡിൽ കസോൾ, ഇങ്ങോട്ട് ചലാൽ. അപ്പോൾ നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്കൊരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് മുന്നോട്ട്, ചായ കുടിക്ക് ശേഷം വീണ്ടും മുന്നോട്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ സ്റ്റേയുടെ എൻട്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ, ശാന്തി കഫേ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും ശാന്തി കഫേയിലേക്ക്. ഒരു ജിഞ്ചർ ലെമൺ ടീ കുടിച്ച് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ റൂമൊന്നും എടുത്തിട്ടില്ല, ഒറ്റയ്ക്കായതുകൊണ്ട്. ഇതൊരു കോമൺ ഡോം സെറ്റപ്പാണ്. ഇവിടെ കുറച്ച് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ചീപ്പാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മളെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. തന്നെ നമ്മുടെ ബാഗ്, അതിൻ്റെ ലഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നോൺ വെജ് താലി, എന്നിട്ട് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും. ഇനി നമുക്ക് ചോറുണ്ട്. ചോറിനെ കുറച്ച് പരിപ്പൊഴിച്ച് ചെറിയൊരു ചിക്കൻ രഘുവംശം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ കസോൾ മാർക്കറ്റ് വരെ പുറത്ത് ചുമ്മാ കറങ്ങാൻ പോകാം എന്നുള്ള പ്ലാനിൽ നേരെ കസോൾ മാർക്കറ്റിലേക്ക്. അങ്ങനെ നമ്മൾ കസോൾ ടൗണിലെത്തി ജസ്റ്റ് ചുമ്മാ കസോൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. നമ്മളങ്ങനെ കസോളിൻ്റെ തെരുവോരങ്ങളിലും ഗ്രാമപാതകളിലൂടെ നടന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അത് അവിടെ എഴുതിയിരിക്കുന്നു 4:20. സമയം നോക്കിയപ്പോൾ സമയം 4:20. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു നിമിത്തമാണല്ലോ. എന്നാൽ പോയി ഒരു ചായ കുടിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ തിരികെ നടന്ന് ശാന്തി കഫേയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാത്രി 10 മണി ആയപ്പോൾ ഇവിടെ 2 ഡിഗ്രിയാണ്. പിന്നെ പതുക്കെ കിടക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട്